രജനീകാന്തിൻ്റെ കൂലി സിനിമയുടെ ഷൂട്ടിംഗ് വിശാഖപട്ടണത്തിൽ വെച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കൂലി സിനിമയുടെ ഭാഗത്തു നിന്ന് ഒരു ക്യാരക്ടർ പോസ്റ്റർ പുറത്തു വന്നിട്ടുണ്ട്. സൗബിൻ ഷായറിൻ്റെ ക്യാരക്ടർ പോസ്റ്ററാണ് പുറത്തു വന്നിട്ടുള്ളത്. സിഗരറ്റ് വലിച്ചുകൊണ്ട് ഒരു ഗോൾഡൻ കളറിലുള്ള വാച്ച് നോക്കുന്ന സൗബിൻ ഷായറിനെയാണ് ഈ ഒരു പോസ്റ്ററിൽ നമുക്ക് കാണുന്നത്. അതുപോലെ നാനിയുടെ ഏറ്റവും പുതിയ ചിത്രമായ സരിപ്പോത്ത ശനിവാരം എന്ന സിനിമയുടെ റിലീസ് ഇന്നായിരുന്നു. സിനിമയ്ക്ക് കുഴപ്പമില്ലാത്ത അഭിപ്രായങ്ങളാണ് പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നത്. ഒരു മാസ് കൊമേഴ്ഷ്യൽ ഫിലിമായിട്ടുള്ള സരിപ്പുത്ത ശനിവാരം എന്ന സിനിമയിൽ എസ്.ജെ. സൂര്യയും നാനിയുമാണ് പ്രധാന വേഷത്തിലെത്തുന്നത്. എസ്.ജെ. സൂര്യയാണ് സിനിമയിൽ വില്ലൻ വേഷം കൈകാര്യം ചെയ്യുന്നത്. സൂര്യ 44 എന്ന സിനിമയുടെ ഒരു സോങ് ഷൂട്ട് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ശ്രേയ ശരനുള്ള ഒരു ഐറ്റം സോങ്ങിൻ്റെ ഷൂട്ടിംഗ് ആണ് കഴിഞ്ഞിട്ടുള്ളത്. ഷെരീഫ് മാസ്റ്ററാണ് ഈ ഒരു സോങ് കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത്. സന്തോഷ് നാരായണനാണ് സിനിമയ്ക്കായിട്ട് മ്യൂസിക് ഒരുക്കുന്നത്. ദിലീപിൻ്റെ D150 എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ഇപ്പോൾ റാപ്പായിട്ടുണ്ട്. ഗോട്ട് സിനിമയുടെ 4th സിംഗിളിൻ്റെ അനൗൺസ്മെൻറ്റ് ഇന്ന് ഉണ്ടാകുമെന്നാണ് പറയുന്നത്. റോഷാക്കിന് ശേഷം പൃഥ്വിരാജിനെ നായകനാക്കി നിസാം ബഷീർ സംവിധാനം ചെയ്യുന്ന സിനിമ ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. സിനിമയ്ക്ക് നോബഡി എന്നാണ് പേരിട്ടിരിക്കുന്നത്. പൃഥ്വിരാജ് പ്രൊഡക്ഷൻസും E4 എൻ്റർടൈൻമെൻറ്റും ചേർന്നാണ് സിനിമ നിർമ്മിക്കുന്നത്. ടൊവിനോ തോമസിൻ്റെ ARM ട്രെയിലറിന് മികച്ച റെസ്പോൺസാണ് യൂട്യൂബിൽ നിന്ന് ലഭിക്കുന്നത്. 5 ലാംഗ്വേജുകളിൽ നിന്നും 12 മില്യണോളം വ്യൂസാണ് സിനിമയുടെ ട്രെയിലറിന് ഇപ്പോൾ നേടാൻ സാധിച്ചത്. തിയേറ്ററുകളിൽ റിലീസ് ചെയ്തിരുന്നെങ്കിൽ മിന്നൽ മുരളി പോലൊരു സിനിമ ഈസിയായിട്ട് 100 കോടി ക്ലബ്ബിൽ ഇടം നേടേണ്ട ഒരു ചിത്രമായിരുന്നു. ഒരുപക്ഷെ ARM എന്ന സിനിമ തിയേറ്ററുകളിലെത്തി പോസിറ്റീവ് റെസ്പോൺസ് ലഭിക്കുകയാണെങ്കിൽ ഈസിയായിട്ട് സിനിമ 100 കോടി ക്ലബ്ബിൽ ഇടം നേടുമെന്ന കാര്യത്തിന് സംശയമില്ല. 3Dയിൽ വരുന്ന ARM സിനിമ ഓണം റിലീസായിട്ടാണ് തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ഒക്ടോബർ 10 റിലീസ് ചെയ്യാൻ ഒരുങ്ങുന്ന രജനീകാന്തിൻ്റെ വേട്ടയൻ സിനിമയുടെ ഓഡിയോ ലോഞ്ച് സെപ്റ്റംബർ 20 ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ചെന്നൈ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ചായിരിക്കും സിനിമയുടെ ഓഡിയോ ലോഞ്ച് നടക്കുക. മഞ്ജു വാര്യർ, റാണ ദഗപട്ടി, അമിതാഭ് ബച്ചൻ, ഫഹദ് ഫാസിൽ അടങ്ങുന്ന വമ്പൻ കാസ്റ്റിങ്ങോട് കൂടി വരാനിരിക്കുന്ന വേട്ടയൻ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ജയ് ഭീം സിനിമയുടെ ഡയറക്ടറായ TJ ജ്ഞാനവേലാണ്. കൂടുതൽ സിനിമകളുടെ അപ്ഡേറ്റുകളുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം.